Welcome back, friends. Writing for Academic and Professional Success, Unit 5, Vocabulary and Grammar for Academic Writing. First question is, what are independent and dependent clauses? Give examples. An independent clause or a group of words that can stand alone as an independent thought is a complete sentence. അതായത് വേറൊരു ക്ലോസിൻ്റെ ഹെൽപ്പൊന്നും ഇല്ലാതെ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനോ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സെൻറ്റൻസുകളെയാണ് കംപ്ലീറ്റ് സെൻറ്റൻസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസിനെ തന്നെയാണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്നും വിളിക്കുന്നത്. Whereas a dependent clause does not make complete sentence, so it cannot stand alone. A dependent clause is also called subordinate clause. Dependent clause എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരിക്കലും അതൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കാനായിട്ടും കഴിയില്ല. ഓക്കെ, ഒറ്റയ്ക്ക് ഒരു സെൻറ്റൻസ് മാത്രമായിട്ട് നിൽക്കാനായിട്ടും കഴിയില്ല. അതുമാത്രമല്ല, ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെ നമ്മളെപ്പോഴും വേറൊരു പേര് സബോർഡിനേറ്റ് ക്ലോസ് എന്നും കൂടെ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വെൻ ഐ വാസ് അറ്റ് സ്കൂൾ. ഈ ഒരു സെൻറ്റൻസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, വെൻ ഐ വാസ് അറ്റ് സ്കൂൾ എന്ന് പറയുമ്പം എന്താണ് സ്കൂളിൽ നടന്നതെന്നോ അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള കാര്യങ്ങളും അതിൽ പറയുന്നില്ല. ആ ഒരു സെൻറ്റൻസിന് ഒരിക്കലും അത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ആർ ദ വേർഡ് കാറ്റഗറീസ് ടു ബി എക്സ്ക്ലൂഡഡ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ്? അക്കാഡമിക് റൈറ്റിങ്ങിലെ ഏതൊക്കെ തരത്തിലുള്ള വേർഡ് കാറ്റഗറീസ് ആണ് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത് എന്നാണ്, ഒഴിവാക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദ ആൻസർ ഈസ്, there are certain categories to be avoided in your writing. However, there is no strict ban for anything. ചില certain കാറ്റഗറീസിലുള്ള വേർഡ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, പക്ഷേ അതിലൊരു സ്ട്രിക്റ്റ് ബാൻ ഒന്നുമില്ല. ഓക്കെ, ഇഫ് ദ വേർഡ് ഓർ എക്സ്പ്രഷൻ ഈസ് സ്യൂട്ടബിൾ ഫോർ ദ സിറ്റുവേഷൻ യു ക്യാൻ ഗോ ഓൺ വിത്ത് ദ സെയിം. നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്, ഈവൺ ഇഫ് ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ റൂൾ ഓർ ഈവൺ ഇഫ് ഇറ്റ് ഈസ് ടു ബി അവോയ്ഡഡ്, നമുക്ക് ആ ഒരു സെയിം വേർഡ് യൂസ് ചെയ്യാനായിട്ട് കഴിയും. അതായത് അവോയ്ഡ് ചെയ്യേണ്ട വേർഡാണെങ്കിൽ കൂടെ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷന് അതാണോ ആപ്റ്റ് എങ്കിൽ നമുക്ക് ആ റൈറ്റിംഗ് സമയത്ത് നമുക്ക് ആ വേർഡ് യൂസ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, നെവർദലെസ് ബി കെയർഫുൾ വൈൽ യൂസിങ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് യൂസ്ഡ് ഇൻ എക്സ്പ്രസിങ് ഡൗട്ട്. സച്ച് എക്സ്പ്രഷൻസ് ആർ കോൾഡ് ക്വാളിഫയേഴ്സ്. ചില വേർഡ്സും ഫ്രേസസും ഒക്കെ ഉണ്ട് നമ്മൾ ഡൗട്ടിനെ എക്സ്പ്രസ് ചെയ്യുന്ന വേർഡ്സ് ആൻഡ് ഫ്രേസസ്. അത്തരത്തിലുള്ള വേർഡ്സിനെയും ഫ്രേസസിനെയും നമ്മൾ ക്വാളിഫയേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ചില എക്സാമ്പിൾസ് ഏതൊക്കെ നോക്കാം. അപ്പിയേഴ്സ്, സജസ്റ്റ്സ്, മേ, മൈറ്റ്, യൂഷ്വലി, പ്രോബബ്ലി, പോസിബിളി. ഇത്തരത്തിലുള്ള വേർഡ്സിനെ നമുക്ക് ക്വാളിഫയേഴ്സ് എന്ന് വിളിക്കാം. അതായത് നമ്മളൊരു സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ശരിയായിട്ടുള്ളൊരു അറിവില്ല, ചില ഡൗട്ടുണ്ട്, അപ്പോൾ ഈ ഡൗട്ടൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സാണ് ഈ ക്വാളിഫയേഴ്സ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എഴുതുന്ന സമയത്ത് ഇങ്ങനെ ഡൗട്ട് എക്സ്പ്രസ് ചെയ്യുന്ന വേർഡ്സ് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് മാക്സിമം ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മളെപ്പോഴും നമ്മളൊരു കാര്യം എഴുതുന്ന സമയത്ത് തന്നെ അതിനെ പറ്റിയിട്ടുള്ള മാക്സിമം നോളജ് നമുക്ക് വേണം അല്ലേ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഡൗട്ട് എക്സ്പ്രസ് ചെയ്യുന്ന വേർഡ്സ് അവോയ്ഡ് ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ അത്രയും നമുക്ക് അറിയേണ്ടാവുള്ളൂ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൗ ക്യാൻ വി എലിമിനേറ്റ് വേർഡിനെസ് ഇൻ റൈറ്റിംഗ്? ഒരു റൈറ്റിങ്ങിൻ്റെ എഡിറ്റിങ്ങും റിവൈസിങ്ങിൻ്റെ ആ ഒരു സമയത്താണ് നമ്മൾ ഈ വേർഡിനെസ്, അതായത് ഒരുപാട് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ ഈ ഒരു വേർഡിനെസ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഫസ്റ്റ് വൺ ഈസ് റീപ്ലേസ് സ്റ്റോക്ക് ഫ്രേസസ് വിത്ത് വൺ വേർഡ് ഇക്വലൻസ്. അതായത് വലിയ വലിയ ഫ്രേസസിനെ നമ്മൾ ഒരൊറ്റ വേർഡിലോട്ടാക്കിയിട്ട് മാറ്റുക. ഫോർ എക്സാമ്പിൾ, ദ ഫ്രേസ് ഈസ്, അതായത് ഫ്രേസാണ് ഞാൻ പറയുന്നത്, ഈസ് അവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് എന്നുള്ള ആ ഒരു ഫ്രേസിനെ നമുക്ക്
നോസ് അതായത് അറിയാം എന്നുള്ള ആ ഒരു വേർഡ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് കഴിയും. സെക്കൻഡ് പോയിന്റ് ടു റിമെമ്പർ ഈസ് അവോയ്ഡ് റിഡൻഡൻറ്റ് എക്സ്പ്രഷൻസ്, അതായത് അൺനെസസറി ആയിട്ടുള്ള ആവശ്യമില്ലാത്ത എക്സ്പ്രഷൻസ് അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് ഈസ് അവോയ്ഡ് സെൻറ്റൻസ് ഓപ്പണേഴ്സ് ലൈക്ക് ഇറ്റ്, ദർ ഈസ് എക്സെട്ര. അങ്ങനത്തെ സെൻറ്റൻസ് ഓപ്പണേഴ്സ് അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് അവോയ്ഡ് വീക്ക് ആൻഡ് വേർഡി വേർബ്സ്, അതായത് വീക്കായിട്ടുള്ള വേർബ്സിനെയും അതുപോലെ ഒരുപാട് വേർഡ്സൊക്കെ വന്നിട്ടുള്ള വേർബ്സിനെയൊക്കെ അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് റെഡ്യൂസ് ദ യൂസ് ഓഫ് ദാറ്റ് ആൻഡ് വിച്ച്, ദാറ്റ് വിച്ച് എന്നുള്ള യൂസേജസ് ഒഴിവാക്കുക. എലിമിനേറ്റ് ദ അൺനെസസറി ക്വാളിഫയേഴ്സ് ആൻഡ് ഇൻറ്റൻസിഫയേഴ്സ്. നെക്സ്റ്റ് അവോയ്ഡ് വേർഡ്സ് ലൈക്ക് വെരി, ക്വൈറ്റ്, ജസ്റ്റ്. ഓക്കെ, വെരി, ക്വൈറ്റ്, ജസ്റ്റ് എന്നുള്ള വേർഡ്സ് അവോയ്ഡ് ചെയ്യുക. സിംപ്ലിഫൈ യുവർ സെൻറ്റൻസ് സ്ട്രക്ചർ, എപ്പോഴും സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ സിമ്പിളായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. The fourth question is define and explain AWL, all. All എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാഡമിക് വേർഡ്സ് ലിസ്റ്റ് എന്നാണ് ഫുൾ ഫോം. ഓക്കെ, AWL. ഓൾ എന്നാൽ ഹൈ ഫ്രീക്വൻസി വേർഡ്സ് ആണ്. അക്കാഡമിക് വർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ അക്കാഡമിക് വർക്ക്സിന് യൂസ് ചെയ്യുന്ന ഹൈ ഫ്രീക്വൻസി വേർഡ്സ് ആണ് ഈ അക്കാഡമിക് വേർഡ്സ് ലിസ്റ്റ് എന്ന ആ ഒരു ലിസ്റ്റിൽ വരുന്നത്. ഓക്കെ, ഈ ഒരു ഓളിൽ നമുക്ക് മെയിൻ ലിസ്റ്റും സബ് ലിസ്റ്റും വരുന്നുണ്ട്. ലേണിംഗ് ദ വേർഡ്സ് ഇൻ ദ ലിസ്റ്റ് വിൽ എനേബിൾ യു ടു അണ്ടർസ്റ്റാൻഡ് അക്കാഡമിക് ടെക്സ്റ്റ് ആസ് വെൽ. മനസ്സിലായല്ലോ. Avril Coxhead from Victoria University of Wellington, New Zealand was among the earliest compilers of all. All ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ആവ്രിൽ കോക്സഡ് എന്ന വിക്ടോറിയ യൂണിവേഴ്സിറ്റി ഓഫ് വെല്ലിംഗ്ടൺ, ന്യൂസിലാൻഡിലെ ആവ്രിൽ കോക്സഡ് ആണ് ഈ ഒരു അക്കാഡമിക് വേർഡ്സ് ലിസ്റ്റ് ചിട്ടപ്പെടുത്തി എടുത്തിട്ടുള്ളത്. 570 ഹെഡ് വേർഡ്സ് ആണ് അവർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പല പല ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസിൽ നിന്നും എക്സാമിൻ ചെയ്തിട്ടാണ് ഇത്രയും വേർഡ്സ് അവർ എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ആർ ഡിസ്കോഴ്സ് മാർക്കേഴ്സ്? ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്താണെന്ന് നോക്കുന്നതിന് മുന്നേ നമുക്ക് ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഡിസ്കോഴ്സ് ഈസ് എ യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് ലോങ്ങർ ദാൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിനെക്കാട്ടിയും വലിയ ഒരു സെൻറ്റൻസിനെയാണ് നമ്മൾ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഇറ്റ് മേ ബി 1 or 2 സെൻറ്റൻസസ് ഓർ എ ലെങ്തി പീസ് ഓഫ് റൈറ്റിംഗ്. ചിലപ്പോൾ അത് 1-2 സെൻറ്റൻസസ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിലും കൂടുതൽ വലിയ ലെങ്തി പീസ് ഓഫ് റൈറ്റിംഗ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സ് ഓഫ് ഫ്രേസസ് വിച്ച് ആർ യൂസ് ടു കണക്ട് വൺ ഡിസ്കോഴ്സ് ടു അനദർ. ഒരു ഡിസ്കോഴ്സിനെ മറ്റൊരു ഡിസ്കോഴ്സിനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിനെ അല്ലെങ്കിൽ ഫ്രേസസിനെയാണ് നമ്മൾ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾസ് എനിവേ, റൈറ്റ്, ഓക്കെ, ടു ബിഗിൻ വിത്ത്, ഇത്തരത്തിലുള്ള വേർഡ്സൊക്കെയാണ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ. ഡിസ്കോഴ്സ് മാർക്കേഴ്സിനെ നമുക്ക് വേറെ ചില വേർഡ്സ് വെച്ചിട്ടും വിളിക്കാം, അല്ലെങ്കിൽ വേറെ ചില പേരുകൾ കൂടിയുണ്ട് കേട്ടോ. സെൻറ്റൻസ് കണക്റ്റേഴ്സ്, ലിങ്കിങ് വേർഡ്സ്, ലിങ്കിങ് ഫ്രേസസ് ആൻഡ് ട്രാൻസിഷൻ സിഗ്നൽസ്. മാത്രമല്ല ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ഇൻഫോർമൽ കോൺവെർസേഷൻസ് യൂസ് ചെയ്യുന്നത് വാക്കുകൾ വേറെയുണ്ട്. ഫോർമൽ ഡിസ്കോഴ്സ് മാർക്കേഴ്സായിട്ട് ചില വേർഡ്സും ഉണ്ട്. ആദ്യം നമുക്ക് ഇൻഫോർമൽ കോൺവെർസേഷൻസിൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആക്ച്വലി, ലെറ്റ് മീ സീ, ഐ തിങ്ക്, ഐ സപ്പോസ്, ആസ് ഐ വാസ് സേയിങ്, യു നോ എന്നൊക്കെയുള്ള വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് നമ്മൾ ഇൻഫോർമലായിട്ട് കോൺവെർസേഷൻസിൽ യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ ഫോർമലായിട്ടുള്ള ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ഏതൊക്കെയാ വെച്ചാൽ ആസ് എ റിസൾട്ട്, ഹൗ എവർ, in other words, therefore, to begin with, etc. Next question is define sentence. A sentence is a group of words arranged properly to make a sense. It is the basic unit of a language.
ശരിയായ രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ സെൻറ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞാൽ അതിലെന്ത് ഒരർത്ഥമുണ്ട് എന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ ആയിരിക്കണം ആ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ. അങ്ങനെ അല്ലെങ്കിൽ തന്നെ ആ ഒരു സെൻറ്റൻസ് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് എ ലാംഗ്വേജ്. ലാംഗ്വേജിൻ്റെ ബേസിക് യൂണിറ്റാണ് ഒരു സെൻറ്റൻസ്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. ഒരു ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ, അതും അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചിട്ടാണ് ഒരു സെൻറ്റൻസ് എൻഡ് ചെയ്യുന്നത്. എ സെൻറ്റൻസ് കണ്ടെയ്ൻസ് എ സബ്ജക്റ്റ് ആൻഡ് എ വേർബ്. ഒരു സബ്ജക്റ്റും അതുപോലെ തന്നെ ഒരു വേർബും ഒരു സെൻറ്റൻസിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇപ്പോൾ 4 മാർക്ക് ക്വസ്റ്റ്യനോ അങ്ങനെയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഡിപ്പെൻഡൻറ്റ് ക്ലോസും നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, അതൊക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, അതല്ല 2 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നമ്മളിപ്പം പറഞ്ഞ സെൻറ്റൻസിൻ്റെ ആ ഒരു 2-3 കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതിയോ. Next question is, what are the different types of sentences? Different types of sentences are simple sentence which contains only one independent clause or ഒറ്റ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൽ ഒതുങ്ങി ഇരിക്കുന്ന ഒരു സെൻറ്റൻസിനെയാണ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് കോമ്പൗണ്ട് സെൻറ്റൻസ് വിത്ത് 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ഓർ സിമ്പിൾ സെൻറ്റൻസസ്. 2 ഇൻഡിപെൻഡൻറ്റോ അല്ലെങ്കിൽ സിമ്പിൾ സെൻറ്റൻസസോ ആയിട്ട് വരുന്ന സെൻറ്റൻസുകളെയാണ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ദ തേർഡ് വൺ ഈസ് കോംപ്ലക്സ് സെൻറ്റൻസ്. 1 ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആൻഡ് 1 or more ഡിപെൻഡൻറ്റ് ക്ലോസസ് കണക്റ്റഡ് ടു ഇറ്റ്. ഒരു ഇൻഡിപെൻഡൻറ്റും ഒന്നിൽ കൂടുതൽ ഡിപെൻഡൻറ്റ് ക്ലോസസും കൂടെ കണക്റ്റഡ് ആണെങ്കിൽ അതിനെ നമ്മൾ കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് വിളിക്കും. കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് അതാണ് 4ാമതായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. 2 or more ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ആൻഡ് 1 or more ഡിപെൻഡൻറ്റ് ക്ലോസസ്. 2 or more ഇൻഡിപെൻഡൻറ്റ്, 2 അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസസും 1 അതിലധികമോ ഡിപെൻഡൻറ്റ് ക്ലോസസ്. What are the basic rules of subject-verb agreement? The answer is, the basic rule is that they should agree in number. A singular subject takes a singular verb. A plural subject always takes a plural subject. സബ്ജക്റ്റ് വേർബ് ഒരു എഗ്രിമെൻറ്റിൻ്റെ ബേസിക് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് അഗ്രി ഇൻ നമ്പർ. അതായത് നമ്മളൊരു സിംഗുലർ സബ്ജക്റ്റിനെ കുറിച്ചാണ് എഴുതുന്നതെങ്കിൽ സിംഗുലർ വേർബായിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വേർബായിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സിമ്പിൾ സെൻറ്റൻസസിലാണ് നമ്മൾ ഈ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് വരുത്തുന്നതെങ്കിൽ അത് ആ ഒരു സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് കഴിയും. ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ വിത്ത് ഇറ്റ് വൈൽ യു ആർ യൂസിങ് കോമ്പൗണ്ട് സബ്ജക്ട്സ്. കോമ്പൗണ്ട് സബ്ജക്ട്സ് വരുന്ന സെൻറ്റൻസസ് അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ്, കളക്റ്റീവ് നൗൺസ്, ഇൻവേർട്ടഡ് സബ്ജക്ട്സ്, ഇത്തരത്തിലുള്ള സബ്ജക്ട്സ് ഒക്കെ വരുന്ന സമയത്തായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്യാൻ ഡിഫിക്കൽട്ടായിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിഫൈൻ പാരലിസം. The answer is, parallelism is the use of components in a sentence that are grammatically the same or similar to their construction, sound and meaning. അതായത് നമ്മളൊരു സെൻറ്റൻസിൽ ചില കോമ്പണൻസ് അല്ലെങ്കിൽ ചില വേർഡ്സ് ഗ്രാമാറ്റിക്കലി സെയിം ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷന്, സൗണ്ട്, മീനിങ്, ഇതൊക്കെ സിമിലറായിട്ട് വരുന്ന സെൻറ്റൻസസ് യൂസ് ചെയ്യുന്ന ആ രീതിക്കാണ് പാരലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ദ റെപ്പിറ്റേഷൻ ഓഫ് ദ ഐഡിയ ഈസ് കൺവേയ്ഡ് ഡീപ്ലി ആൻഡ് പ്രോപ്പർലി. നമുക്ക് ഒരു ഐഡിയ ഡീപ്പായിട്ടും പ്രോപ്പറായിട്ടും കൺവേ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു യൂസേജ് വരുത്താറുണ്ട്. ഒരു സെൻറ്റൻസ് ക്രിയേഷനിൽ അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസ് സ്ട്രക്ചറിൽ നമ്മൾ പാരലിസം കൊണ്ടുവരാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് എ ഫ്രാഗ്മെൻറ്റ്? Give examples for sentence fragments.
The answer is a fragment is an incomplete sentence or disconnected piece of a main clause. ഒരു മെയിൻ ക്ലോസിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പീസ് ഓഫ് സെൻറ്റൻസോ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് സെൻറ്റൻസോ ആണ് ഫ്രാഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് യൂഷ്വലി ഹാപ്പൻസ് വെൻ എ സബ്ജക്റ്റ് ഓർ വേർബ് ഈസ് ആബ്സെൻറ്റ് ഇൻ എ സെൻറ്റൻസ്. ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു വേർബോ ഇതിലേതെങ്കിലും ഒന്ന് ഒരു സെൻറ്റൻസിൽ ആബ്സെൻ്റ് ആണെങ്കിൽ നമുക്കതിനൊരു ഫ്രാഗ്മെൻറ്റ് എന്ന് പറയാം. നമ്മൾ നേരത്തെ ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെ പറ്റി പറഞ്ഞല്ലോ. അതുപോലെ തന്നെ അതിലുള്ള എക്സാമ്പിൾ പോലെ വെൻ ഐ വാസ് അറ്റ് സ്കൂൾ, അതിൽ നമുക്ക് ഇപ്പോൾ വെൻ ഐ സബ്ജക്റ്റ് ഉണ്ട്, പക്ഷേ വെൻ ഐ വാസ് സ്കൂൾ എന്താണ് അവിടെ ഒരു വേർബൊന്നും വരുന്നില്ല, കണ്ടല്ലോ. അപ്പം അത്തരത്തിലുള്ള സെൻറ്റൻസസിനെ നമുക്ക് ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയാം. കൂടാതെ ഇത്തരത്തിലുള്ള ഫ്രാഗ്മെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെയുള്ള അഡ്ജോയിനിങ് സെൻറ്റൻസസ് വെച്ചിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, അതല്ലെങ്കിൽ ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഇത് നമുക്കൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നിന്നും ഇത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. 40 മാർക്സിന് STക്കാരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയലിന് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയായാലും ഈ സ്റ്റഡി മെറ്റീരിയൽ മാത്രം വെച്ച് പഠിച്ചാൽ തന്നെ നമുക്ക് എബവ് 40 മാർക്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗൈഡും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് ബുക്സ് വെച്ച് പഠിക്കുന്നതിലും നല്ലത് ഓക്കെ ഫുൾ മാർക്ക് കിട്ടണം എന്നാഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഗൈഡ്സൊക്കെ യൂസ് ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ തന്നെ മതിയാവും പാസ് മാർക്ക് കിട്ടാൻ. കൂടാതെ MCQ ക്വസ്റ്റ്യൻസ് അതിൽ 20 മാർക്സ് ഉണ്ടല്ലോ. അപ്പം എങ്ങനെ നോക്കിയാലും ഒരു 65 to 70 മാർക്സ് നമുക്ക് ഈ ബുക്സ് വെച്ചിട്ട് തന്നെ ഈ പേപ്പേഴ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് സ്കോർ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് എന്തായാലും സ്റ്റഡി മെറ്റീരിയൽ നന്നായിട്ട് നോക്കി പഠിച്ച് വെച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ.